പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ കുറച്ച് ചേമ്പിൻ്റെ, അതായത് ഒരു ചെടിച്ചേമ്പിൻ്റെ വിത്തുകൾ ഞാനിവിടെ പാകിയിട്ട് ഇപ്പോൾ മുളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടീൻ്റെയും കുറച്ച് മറ്റ് ചെടികൾ വിശേഷമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് കണ്ടില്ല, ഞാൻ ഈ ചെറിയൊരു വിത്താണ് ഈ ചേമ്പിനുള്ളത് കേട്ടോ. ചെറിയ അതുപോലെ ഒരു ഇത്ര വലുപ്പമുള്ള ഇതൊരു കല്ലാണ് കേട്ടോ. ഈ ഇത്ര വലുപ്പമുള്ള വിത്തുകളായിരുന്നു ഇതിനുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ അത് മുളച്ച് വന്നു കേട്ടോ. എല്ലാ ഇതിലും മുളച്ച് വരുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൽ കണ്ടില്ല, ഈ ഒരു മുളക്കാത്ത ഇതിലൊരു വിത്തുണ്ട് കേട്ടോ. അത് വേണ്ട, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും. അത് ഒരു പച്ച സൈഡിലൊരു പച്ച കളറുള്ളതായിരുന്നു. ചെറിയ ഒരു വിത്താണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് നഴ്സറിയിലൊക്കെ ഈ ഇതിൻ്റെയൊക്കെ തൈന് വലിയ വിലയാണ്. അപ്പോൾ നമുക്കത് ഒരു തൈ ഉണ്ടെങ്കിൽ പെട്ടെന്ന് 100 കണക്കിന് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരു പണിയില്ലാതെ കുറച്ച് മണ്ണിലൊന്ന് വെച്ചിട്ടുള്ളൂ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒന്നായിട്ട് ഇതിങ്ങനെ വളർന്ന് നമുക്കിത് ഇനി വേറെ ചട്ടിയിൽ മാറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് പച്ചക്കറിയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. വെണ്ടക്കൊക്കെ നമ്മൾ പറിച്ച് ഏകദേശമൊക്കെ ഇതിൻ്റെ ഇത് തീർന്നു. ഇത് വലിയൊരു ഉഷാറായില്ല കേട്ടോ. ഒരുപാട് വെണ്ടക്ക നമുക്കിത് പറിക്കാൻ കിട്ടേണ്ടതാണ്. പക്ഷെ ഇതിനൊരു കേട് വന്നിട്ടത് മൊത്തത്തിൽ ഒരു ഉഷാറില്ലാത്തൊരു രീതിയിലാണ്. പിന്നെ ഞാൻ ഇഞ്ചി നട്ടിരുന്നു കേട്ടോ. ഇഞ്ചി നട്ടിട്ട് അതിങ്ങനെ മുളച്ച് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇഞ്ചി അങ്ങനെ മുളച്ച് വരുന്നുണ്ട്. ഒരു 4-5 കവറിലാണ് നമ്മൾ നട്ടിട്ടുള്ളത്. കവറിൽ ഇതൊരു സാമ്പിൾ നട്ടാം. നമ്മൾ നിലത്ത് ഇത് ഒരുപാട് നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചാക്കിലും കവറിലൊക്കെ നട്ടിട്ടുണ്ട്, ഗ്രോ ബാഗിലൊക്കെ നട്ടിട്ടുണ്ട്. അത് നമുക്ക് ഒരു സാമ്പിളിന് നമ്മൾ പെട്ടെന്ന് നമുക്കൊരു ഇത് ഇഞ്ചി ഇങ്ങനെ കവറിൽ നടാനുള്ള കാരണം, പെട്ടെന്ന് കുറച്ച് ഇഞ്ചിക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു കൈക്കോട്ട് ഇതൊന്നും കിളക്കാതെ തന്നെ ഇതുകൊണ്ട് മറിച്ചിട്ടിട്ടുണ്ട് ഊരി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള സ്ത്രീകൾക്ക് തന്നെ അത് പറിച്ച് കറിക്കൊക്കെ ഉപയോഗിക്കാം. വേറൊരാളെ ആശ്രയം കൂടാതെ തന്നെ നമുക്ക് ഇഞ്ചി ഉണ്ടാക്കിയെടുക്കാം, പറിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. പിന്നെ നല്ല വളവും കിട്ടും കേട്ടോ. ഇങ്ങനെ ഏകദേശം ഒരു ചാക്കുന്ന ഒരു 1-1.5 കിലോ പോലെ നമ്മൾ ഈ വെർട്ടിക്കൽ ഗാർഡൻ ഇത് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കാം കേട്ടോ. ഇതിവിടെ ഇതൊക്കെ നമ്മൾ ഒരു ദിവസം നനക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങി പോവുക കേട്ടോ. അപ്പോൾ നമ്മളത് തണലത്തേക്ക് മാറ്റണം. തണലത്തേക്ക് മാറ്റുമ്പോൾ ഇതിന് വലിയൊരു പ്രശ്നങ്ങളുള്ള നമ്മളിത് ഹാങ്ങിങ് ശരിക്ക് നോക്കാം. നമ്മൾ തൂക്കിയിടാൻ നല്ല ബലമുള്ള കമ്പിയാണ്. അപ്പോൾ ബലമുള്ളൊരു കമ്പി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ വെയിലൊന്നും കൊള്ളാത്ത സ്ഥലത്താണിത് വെക്കുന്നത് കേട്ടോ. നമുക്ക് ഏത് ഭാഗത്തേക്കും മാറ്റി സ്ഥാപിക്കാൻ പറ്റിയൊരു രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ. പറിച്ചതിലൂടെ ഒരു ഹാങ് ചെയ്തിട്ട് വെക്കുകയാണ്. അപ്പോൾ അത് ഞാനിത് കിട്ടുക എന്നുള്ള അത് അല്ലാതെ കുറച്ച് അല്ലാതെ തൂങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഇത് വളച്ചിട്ട് നമുക്കിത് ഇവിടുന്ന് മാറ്റാണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിവിടെ സെറ്റ് ചെയ്തത് കേട്ടോ. നമ്മൾ കുറച്ച് ഈ ഒരു 2 കമ്പി വെച്ചിട്ടാണ്. വേണമെങ്കിൽ ഒരു കമ്പി കൂടി കൊടുക്കാം, ബലം കുറവുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ വെർട്ടിക്കൽ ഗാർഡൻ്റെ ഈ സ്റ്റാൻഡ് നമ്മളിവിടെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമുക്ക് പുതിയ ചെടികൾ ചട്ടിയിൽ പുതിയ ബോട്ടിൽ നിറച്ച് ചെടികളൊക്കെ അതിൽ നിറച്ചിട്ട് ഉണ്ടാക്കിയിട്ട് വേണം കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ഇനി പുതിയൊരു വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മറ്റ് ചെടികൾ ഇപ്പോൾ ഇവിടെ യൂഫോർബിയ അങ്ങനത്തെ ചെടികളൊക്കെ ഇവിടെ ഈ സൈഡിൽ തന്നെ. ഈ ഒരു യൂഫോർബിയൻ്റെ ഒരു
ഇത് പിന്നെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇത് നിറയെ എങ്ങനെയാണ് കേട്ടോ പൂക്കളുണ്ടാവുക. ഏത് സമയത്തും നിങ്ങൾ പൂക്കളുണ്ടാവും. ഇതിൻ്റെ ഇപ്പോൾ പഴയ പിന്നെ പൂവിൻ്റെ കളറാണിത്. ഇപ്പോൾ ഉണ്ടാവുന്ന പൂവിൻ്റെ കളറാണിത് ഉണ്ടായത്. പിന്നെ വിരിയാൻ പോണ പൂവിൻ്റെ കളറാണിത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ നല്ല കളറാണ് ഈ ഇതിൻ്റെ കേട്ടോ. ഒരുപാട് കളറ് പിന്നെ ഇത് മൂക്കണതിനനുസരിച്ച് അത് ഗ്രീൻ കളർക്കാണ് മാറും കേട്ടോ. അത് എല്ലാതും അതിൻ്റെ അതേമാതിരി തന്നെയാണ് ഇതും. ഈ നമ്മുടെ ഈ റെഡ് കളറ് പിന്നെ ഇതൊക്കെ ഇപ്പോൾ പിന്നെ കളർ ചേഞ്ച് ആയതാണ് കേട്ടോ. ഇതിൻ്റെ കണ്ടില്ലേ, ഇതൊക്കെ ഗ്രീൻ കളറൊക്കെ ആയി. ഇതിന് പിന്നെ ഇതും ഒരു റോസ് കളറായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാവണില്ല. ഇത് വെള്ള കളറാണ് കേട്ടോ. വെള്ള കളർ ഇതും ലാസ്റ്റ് അങ്ങനെയാണ്ട് ഗ്രീൻ കളറാവും. പക്ഷെ അത് ഗ്രീൻ കളർ ആകുമ്പോഴത്തേനും അതുകൊണ്ട് കൊഴിഞ്ഞാടി പോകും കേട്ടോ, മറ്റേതിൻ്റെ മാതിരിയല്ല. പിന്നെ ഇപ്പോൾ ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ തൂക്കുചട്ടിയിൽ നമ്മൾ പിന്നെ ഇത് പിന്നെ തൂക്കി ഇടാണ്. ഇന്നിപ്പോൾ നമ്മളത്തെ അടുത്ത പരിപാടി കേട്ടോ. നമ്മുടെ ഈ തൂക്കുചട്ടിയിലുള്ള ഇതിവിടെ നമ്മൾ ഓൾറെഡി ഇവിടെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഇതാണ് നമ്മൾ പിന്നെ അവിടെ പിന്നെ തൂക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഇതിൻ്റെ മിനിയേച്ചറാണ് കേട്ടോ. പിന്നെ ഇതിലൊക്കെ പുല്ലിങ്ങനെ ഇതാവുന്നുണ്ട്. ഇത് ഇത്രയും വലുപ്പമുള്ളൂ ഇതിൻ്റെ ഇല. പക്ഷേ ഇതിൻ്റെ ഇല കുറച്ച് വലുതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് കേട്ടോ ഇത്. അങ്ങനെ 3 പിന്നെ ഇതാണ് ഇതിലുള്ളത്. പിന്നെ ഇത് നമ്മൾ കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പോൾ ഒരുപാട് തൂങ്ങി വലുതായിട്ടുണ്ടത്. നമ്മൾ ചട്ടി മാറ്റാനായിട്ട് സമയം അതിക്രമിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ഇതൊക്കെ ചട്ടി മാറ്റായത് ഇങ്ങനെ വലിയൊരു ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് മാറ്റാനുള്ള പിന്നെ ഈ പരിപാടിയിലാണ്. അപ്പോൾ അതിനുള്ള പിന്നെ ഇനിയിപ്പോൾ അത് തൂക്കാനുള്ള ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ പിന്നെ തൂക്കാനുള്ള ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ. വേറുള്ള പരിപാടിയൊന്നുമില്ല. എല്ലാം നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ വല്ലാതെ നീട്ടിക്കൊണ്ടുപോകണില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.